അന്നേരമാണ് ചേട്ടൻ്റെ മകനും ഇതറിയുന്നത്. അവളത് വേറെ ഒരുത്തൻ്റെ കൂടെ പോയി ഈ വസ്തു അവൻ ഈ കാമുകൻ്റെ പേരിലെഴുതി വെച്ചെന്നറിയും. ഒരു കരിയില പോലും അങ്ങനെ തിരിച്ചു വെക്കാൻ കക്കൂസ് പോകണമെന്നില്ല ശരി തന്നെ വെള്ളമോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവരാണ് എനിക്ക് കൊണ്ടുവച്ച് തരുന്നത്. ബന്ധുവാന്നുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ പേര് നമ്മൾ കൊടുത്തിട്ട് എന്നെ ഇതുപോലെ ചതിക്കുമെന്ന് അത് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല. അത് നീതി ഉണ്ടാവണം, നീതി എനിക്ക് കിട്ടണം. നമസ്കാരം. വീടും സ്ഥലവും കൈക്കലാക്കിയ ശേഷം വ്യാജ ചെക്ക് നൽകി കബളിപ്പിച്ചെന്ന പരാതിയുമായി വയോധികൻ. പത്തനംതിട്ട ജില്ലയിലെ അടൂർ കരിവാറ്റ സ്വദേശിയായ ദാമോദരൻ എന്ന 67 വയസ്സുകാരനാണ് കബളിപ്പിക്കപ്പെട്ടത്. ഇയാളുടെ ബന്ധു തന്നെയാണ് പണം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ഇയാളുടെ വീടും വസ്തുവും തട്ടിയെടുത്തത്. എന്നാൽ വ്യാജ ചെക്ക് നൽകി പിന്നീട് പണം നൽകാതെ കബളിപ്പിക്കുക എന്നാണ് പരാതി. ഈ പരാതിയുമായി അടൂർ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല എന്നും വയോധികൻ പറയുന്നു. ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബം ഇപ്പോൾ പുറമ്പോക്ക് ഭൂമിയിലെ ഒരു ഷെഡിലാണ് കഴിയുന്നത്. ഹൃദ്രോഗി കൂടിയായ ദാമോദരൻ വളരെ വിഷമത്തിലാണ് ഇപ്പോൾ മറുനാടനെ സമീപിച്ചിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. ചേട്ടൻ്റെ മോൻ വന്ന് ചോദിച്ചാൽ ഞാൻ അവൻ്റെ ഭാര്യയെ തള്ളയും വിശ്വസിച്ച് എനിക്ക് പിന്നീട് വസ്തു വാങ്ങിച്ച് തരാമെന്നുള്ള ഇതിന് പ്രകാരം ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന എൻ്റെ കുടുംബ വസ്തു അവർക്ക് ഞാൻ 6 സെൻറ്റും ഒരു വാർത്ത വീടും ഒരു ചെറിയൊരു മെയിൻ്റെനൻസ് ചെയ്താൽ മതി, എടുത്താൽ താമസിക്കണം. അങ്ങനെയാണ് അവരത് മെയിൻ്റെനൻസ് ചെയ്യും. അത് താമസമായി അവർ. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ വസ്തുവിൻ്റെ കാര്യം ചോദിച്ചെന്നാണ് അവർ ഞാൻ പല ആവൃത്തികൾ എന്നെ പറഞ്ഞു ഇതാക്കി. പിന്നെ ലാസ്റ്റ് ചെല്ലുന്ന ഉടനെ അവർ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യും, 1 ലക്ഷം രൂപ കൊണ്ടാണ് അപ്പോൾ അത് ഒരു തരുന്നു. അങ്ങനെ എനിക്ക് 4 ലക്ഷം രൂപ അതിന് തന്നിട്ടുണ്ട്. അതിൽ പിന്നെ അവർ പറഞ്ഞു അത് വിശ്വാസമില്ല എന്നെങ്കിൽ ഒരു ചെക്ക് തരാം ഞാൻ. അങ്ങനെ ആ ചെക്ക് നിങ്ങൾ പൈസ ഇടാതെ ഇത് വരുന്നുണ്ട്, നിങ്ങൾ എൻ്റെ പഴളം ബാക്കി ചെന്നാൽ ഇത് മാറിയെടുത്തോളാം. 7 ലക്ഷം രൂപ. ഇപ്പോൾ ഞാൻ അങ്ങനെ അതായത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയല്ല. മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ശരിയെന്നതിൽ മാത്രമല്ല, അന്നേരമാണ് ചേട്ടൻ്റെ മകനും ഇതറിയുന്നത്. അവളതായത് വേറെ ഒരുത്തൻ്റെ കൂടെ പോയി ഈ വസ്തു അവൻ ഈ കാമുകൻ്റെ പേരിലെഴുതി വെച്ചെന്നറിയും. അപ്പോൾ ഇതും പ്രകാരമാണ് ഞാൻ അതായത് ഞാൻ വാങ്ങിച്ചെല്ലുന്ന അന്വേഷണം പറഞ്ഞ് അത് 1 വർഷത്തിന് മുൻപ് അത് ക്യാൻസലായി പോകുന്നു. അക്കൗണ്ട് ക്യാൻസലായി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ബാക്കി നിയമ വഴിയായിട്ട് എല്ലാം പോയി അടൂരും കൊണ്ടുവന്ന് പരാതിയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തു. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. എൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ഒരു അന്വേഷണം അല്ലെങ്കിൽ മറ്റൊരു ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ അച്ഛനുണ്ടാക്കി മുതലാണ് അത് ഞാൻ അതായത് അവർക്ക് അവരുടെ വിശ്വാസം അവർ വന്ന് താമസിക്കുന്ന വിശ്വാസത്തിൻ്റെ പേരിലാണ് ഞാൻ പൈസ പോലും ഫുള്ളായിട്ട് വാങ്ങിക്കാതെ കണ്ട് അവർക്ക് ഞാൻ എന്തോ എഴുതി കൊടുക്കുന്നു. അപ്പോൾ എഴുതി കൊടുക്കുന്ന സമയത്ത് അവർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതി കൊടുക്കുക ഇത്ര രൂപയ്ക്ക് ഇത് അന്നേരം 4 ലക്ഷം രൂപ തന്നു. അത് കഴിഞ്ഞിട്ട് 1 ലക്ഷം രൂപ ചോദിച്ച് പറഞ്ഞു നിന്നുകൊണ്ട് 1 ലക്ഷം കൂടെ തന്നു. ഈ 1 ലക്ഷം രൂപ തരുന്ന സമയം കഴിഞ്ഞാണ് അവർ ഇത് ചെയ്യുന്നത്. അത് പിന്നെ ഞങ്ങൾ ചെന്ന് ചോദിക്കുന്നതാണ് 7 ലക്ഷം രൂപയുടെ ചെക്ക് തരുന്നത് എനിക്ക്. അപ്പോൾ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾ പോയി എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അതായത് ഇന്നുണ്ണയാണ് ബന്ധു എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന വല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ഒരു മെയിൻസ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് ജീവിക്കാനുള്ള വീടുണ്ട്. അല്ലെ അത്യാവശ്യക്കാർക്കാന്നുണ്ട് സുഖമായിട്ട് ജീവിക്കാനുള്ള വീടുണ്ട്. 2 മുറിയും തിണ്ണ അടുക്കളയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. കിണറും കറണ്ടും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എല്ലാം ഉണ്ടാക്കി. പണം നൽകേണ്ടതാണല്ലോ, അല്ലെങ്കിൽ അവർ 7 ലക്ഷം രൂപ ചെക്ക് വെറുതെ തരത്തില്ലല്ലോ അല്ലേ? അത് ഉദ്ദേശമായിരിക്കണമല്ലോ അവർ തന്നത്. ഇങ്ങനെ തന്നെ എന്തോ ഞാൻ പറയേണ്ടതെന്ന് എനിക്ക് പറയാൻ പോലും എനിക്ക് ഇത് കിട്ടുന്നില്ല, വാക്കുകൾ കിട്ടുന്നില്ല എനിക്ക്. പോലീസ് നിങ്ങൾക്ക് നേരെ അവർ പരാതി നടത്തില്ലല്ലോ? ഒരു പരാതി ഇതുവരെയും വന്നിട്ടില്ല. എനിക്ക് ആരും വിളിപ്പിച്ചിട്ടുമില്ല എന്നെ. ഈ വീട് ഇപ്പം ആകെ ഉണ്ടായിരുന്ന വസ്തുവൊക്കെ വീടുമായിരുന്നല്ലോ, തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടോ? തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷ ഇല്ല. പിന്നെ എൻ്റെ പ്രായവും ബാക്കിയുള്ള കാര്യം കൊണ്ട് അന്വേഷിച്ചത് എന്തെങ്കിലും നിയമ വഴി ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം കിട്ടിയാൽ ആയി. അതുകൊണ്ട് എനിക്ക് പറയണം എങ്ങനെയായാലും എന്നെ കിട്ടണം, എന്നെ വഴിയാതാരാക്കും എൻ്റെ കുഞ്ഞുങ്ങൾ.
അതെന്തെങ്കിലും പൊല്ലേഷൻ്റെ മറ്റെവിടുന്ന് സർക്കാർ തലത്തിൽ എന്തെങ്കിലും ഒരു പോകാൻ വഴി എനിക്കുണ്ടായി തന്നെ. കോളേജിലൊക്കെ പോകാനുള്ള സാമ്പത്തികം ഉണ്ടോ? അയ്യോ അതൊന്നുമില്ല. ഈ കനാലിൻ്റെ പുറമ്പോക്കിൽ ഒറ്റ ഒരാളുടെ വരുമാനം കൊണ്ട് 6-7 പേര് ഞങ്ങളിപ്പോൾ താങ്കൾ എന്തെങ്കിലും അസുഖത്തിനോ? എനിക്കിപ്പോൾ ഒരു 1.5 വർഷം ആവുന്നുള്ളൂ എനിക്ക് അറ്റാക്ക് വന്നിരിക്കുക. ഞാൻ ഒരു കരിയില പോലും അങ്ങനെ തിരിച്ചു വെക്കാൻ കക്കൂസ് പോകണമെന്നില്ല ശരി എന്നെ വെള്ളമോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവരെ എനിക്ക് കൊണ്ടുവച്ച് തരുന്നത്. അങ്ങനെ ബുദ്ധിമുട്ടിലായി ജീവിച്ച് മരിച്ചിരിക്കുക ഞാൻ. അതിനിടയിലാണ് ഇത്തരത്തിലൊരു കൊടും ചതിയും കൂടെ സംഭവിച്ചത്. ചതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുംചതി എന്നെ ചതിച്ചത്. കൊടുംചതി ബന്ധുവാന്നുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ പേര് നമ്മൾ കൊടുത്തിട്ട് എന്നെ ഇതുപോലെ ചതിക്കുമെന്ന് അത് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല. അത് നീതി ഉണ്ടാവണം, നീതി എനിക്ക് കിട്ടണം. ഒരു കൊടും ചതിയുടെ കഥയാണ് നിങ്ങളിപ്പോൾ കേട്ടത്. പണം നൽകാമെന്ന് പറഞ്ഞ് ബന്ധു ഇദ്ദേഹത്തിൻ്റെ വസ്തുവും വീടും കൈക്കലാക്കുകയും പിന്നീട് അത് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും പരാതിയുമായി വന്നപ്പോൾ വ്യാജ ചെക്ക് നൽകി കബളിപ്പിക്കുകയുമായിരുന്നു. ഏതായാലും ഇദ്ദേഹത്തിന് നീതി ലഭിക്കേണ്ടതാണ്. വയോധികനായ ആളുടെ വീടും സ്ഥലവുമാണ് ഇത്തരത്തിൽ തട്ടിയെടുത്തതായി അദ്ദേഹം പറയുന്നത്. പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് ഒത്തുകളിക്കുന്നു എന്ന ആരോപണവും ഉയരുന്നു. അധികൃതരുടെ കനിവിനായി കാത്തിരിക്കുകയാണ് ഈ വയോധികൻ. ക്യാമറമാൻ ജിതിനൊപ്പം സിയാർ ശ്യാം, മറുനാടൻ മലയാളി, അടൂർ.